KTU 2019 സ്കീം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് S5 സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ 5th മൊഡ്യൂളിലെ തിയറിയാണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടെക്സ്റ്റ് എഡിറ്റർ. അപ്പോൾ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ നമുക്കെല്ലാ നോളജ് വർക്കേഴ്സും തമ്മിലുള്ള ഒരു പ്രൈമറി ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു വേർഡ് ഡോക്യുമെൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ടെക്സ്റ്റ് എഡിറ്റർ വഴിയാണ് നമ്മൾ നോക്കുക. അതായത് ഇപ്പോൾ നമുക്ക് അതിനകത്ത് ഏതെങ്കിലും വേർഡ് സെർച്ച് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം, കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റിംഗ്, അൺഡു, റീഡു, അതുപോലെ ഫിൽറ്ററിങ്, അങ്ങനെ മെയിനായിട്ട് വരുന്ന ഓപ്ഷൻസ് എല്ലാം നടത്തുന്നതാണ് ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് എഡിറ്റിംഗ് പ്രോസസ്സ് നമ്മൾ പറയുകയാണ്. അപ്പോൾ എഡിറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പം അതിനകത്ത് മെയിനായിട്ടും 4 സ്റ്റെപ്സായിട്ട് നമ്മൾ ഇത് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കിപ്പോൾ ഏത് പോർഷനാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടാസ്ക്ഡ് ഡോക്യുമെൻറ്റിൽ നിന്ന് നമുക്ക് ഏത് വേർഡാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ അതിനെ നമ്മൾ റോ ടു ഫോർമാറ്റായിട്ട് വ്യൂ ചെയ്യുക. ദെൻ അതിൻ്റെ എന്ത് ഓപ്പറേഷനാണ് അതിൽ ചെയ്യേണ്ടത്, ഫോർമാറ്റിംഗ് എന്താ ചെയ്യേണ്ടത്, അണ്ടർലൈനാണ്, ബോൾഡാണ്, എന്താണ് ചെയ്യേണ്ടത് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ദെൻ അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് വ്യൂ ചെയ്യുക. ഇതാണ് മെയിനായിട്ട് വരുന്ന 4 സ്റ്റെപ്സ് എന്ന് പറയുന്ന എഡിറ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ട്രാവലിംഗ്, ഫിൽറ്ററിങ് ആൻഡ് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് പറയുക. ഇപ്പോൾ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഞാനൊരു വേർഡ് എക്സിക്യൂട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് എനിക്ക് എടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ ഡോക്യുമെൻറ്റിനകത്ത് എവിടെയൊക്കെയാണ് എക്സിക്യൂട്ട് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് സിസ്റ്റത്തിന് അറിയണ്ടേ. അപ്പോൾ സിസ്റ്റം പോയിട്ട് ആ ഡോക്യുമെൻറ്റിൽ ഫുൾ എക്സിക്യൂട്ട് എന്നുള്ള വേർഡുകൾ എവിടെയൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ട്രാവലിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഫിൽറ്ററിങ്. ഫിൽറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെയാണോ ആ ഡോക്യുമെൻറ്റ് ഉള്ളത്, അപ്പോൾ നമുക്കത് ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് ആ ഡോക്യുമെൻറ്റ് ആ ഒരു വേർഡ് ഉള്ളതെന്നുള്ളത് നമ്മുടെ സിസ്റ്റം പോയിട്ട് കണ്ടുപിടിക്കുന്നതാണ് ട്രാവലിംഗ്. ഇനി അതിന് വേറെ ഒന്നിനും ചേഞ്ച് വേണ്ട, ആ ഒരെണ്ണത്തിന് മാത്രമല്ലേ വേണ്ടത്, അപ്പോൾ അതിനെ മാത്രം എടുക്കുന്നതിനെയാണ് നമ്മൾ ഫിൽറ്ററിംഗ് എന്ന് പറയുക. അതിന് ശേഷം ഫോർമാറ്റിംഗ്. ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ അതിനകത്ത് ചെയ്യാനുള്ളത്, അണ്ടർലൈനാണോ ബോൾഡാണോ എന്താണ് ചെയ്യാനുള്ളത് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് എഡിറ്ററിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ എഡിറ്റർ സ്ട്രക്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മളിതിനകത്ത് പറയുന്നത്, നമ്മളൊരു യൂസർ എന്തെങ്കിലും ഒരു കമാൻഡ് ഇൻപുട്ട് കൊടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഇൻപുട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് ആ മെയിൻ മെമ്മറി കാണാമല്ലോ. അപ്പോൾ മെമ്മറിക്കകത്ത് എന്തുണ്ട്, നമ്മുടെ ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇതിലുള്ള ഫയൽസ് എല്ലാം മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫയൽ ഓപ്പൺ ആക്കിയിട്ട് അതിനകത്തേക്ക് നമുക്ക് എഡിറ്റിംഗ് പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ ഈ എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു എന്ത് ചെയ്യണം, ട്രാവലിംഗ് ചെയ്യേണ്ട, എവിടേക്കാണ് നമുക്ക് ഈ സംഭവം എഡിറ്റ് ചെയ്യേണ്ട വേർഡ് കിടക്കണമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ട്രാവലിംഗ് ചെയ്യണം. ട്രാവലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ട്രാവലിംഗ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാവലിംഗ് കമ്പോണൻ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, ട്രാവൽ ചെയ്തിട്ട് നമ്മളതിനെ എഡിറ്റിംഗ് കമ്പോണൻ്റ് ഉപയോഗിച്ച് എഡിറ്റിംഗ് ബഫറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബഫറിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. എഡിറ്റിംഗ് ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിനെ എഡിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളത് ഇപ്പോൾ എഡിറ്റ് ചെയ്ത സാധനം നമുക്ക് കാണണ്ടേ. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വീവിംഗ് ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഡിസ്പ്ലേ കമ്പോണൻ്റ് വഴി നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസിൽ കൂടെ അത് വ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് യൂസർ ഇൻ്റർഫേസ്. യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ യൂസറും സിസ്റ്റവും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് 2 കമ്പോണൻസ് ആണ് വരുന്നത്. ഡയലോഗ് മാനേജറും ഉണ്ട്, പ്രസൻറ്റേഷൻ മാനേജറും ഉണ്ട്. ഡയലോഗ് മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ യൂസറും ആപ്ലിക്കേഷനും തമ്മിലുള്ള കോൺവെർസേഷൻ, അതായത് നമുക്കിപ്പോൾ എന്ത് കാര്യമാണോ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് പ്രോസസ്സ് ചെയ്യാനാണോ നമ്മൾ കമാൻഡ് കൊടുക്കുന്നത്, അതിനെയാണ് നമ്മൾ ഡയലോഗ് മാനേജർ എന്ന് പറയുന്നത്. പ്രസൻറ്റേഷൻ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള നമ്മളുടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന ഡാറ്റേനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ് പ്രസൻറ്റേഷൻ മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമാൻഡ് ഡയലോഗ് നമുക്ക് കൊടുക്കുമ്പോൾ നമുക്കത് പല രീതിയിൽ കൊടുക്കാം. കമാൻഡ് ലാംഗ്വേജ് ആയിട്ട് കൊടുക്കാം. കമാൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ ഇതെങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ എന്ന് കൊടുക്കണം, ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് എന്ന്, അങ്ങനെ നമ്മൾ കമാൻഡ് ടൈപ്പ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്താ പറഞ്ഞത്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വന്നു അല്ലേ. അതായത് നമ്മൾ ഐക്കൺസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഐക്കൺസ് ഇതിൽ നിന്നൊക്കെ നമ്മൾ എടുത്ത് വന്നിട്ടുള്ള രീതിയിൽ വന്നു. അതാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഡിവൈസസ് ആവശ്യമാണല്ലേ. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ ഇൻ്റർഫേസിലോട്ട് ഇപ്പോൾ നമുക്ക് ഒരു കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഡിവൈസസ് വേണം. അപ്പോൾ നമുക്കിപ്പോൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കീബോർഡ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ മൗസ് വേണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻപുട്ട് ഡിവൈസസ് വേണം.
അതുപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ മോണിറ്റർ അല്ലെങ്കിൽ പ്രിൻ്ററൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഡിവൈസസും വേണം. അപ്പോൾ ടെക്സ്റ്റ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീബോർഡ് പോലത്തെ ഡിവൈസസ്. ലൊക്കേഷൻ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൗസ്, ടാറ്റ ടാബ്ലറ്റ്, അങ്ങനെ നമുക്ക് ഏതാണെന്ന് കറക്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്തെടുക്കുന്നതാണ് ലൊക്കേറ്റർ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീന്, പ്രിൻ്റർ ഒക്കെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്കത് കാണാൻ പറ്റുന്ന ഡിവൈസസ്. ഇനി ഇതിൻ്റെ ഒരു മോഡ് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ പറഞ്ഞ 2 രീതിയിലാണ്, പ്രസൻറ്റേഷൻ മാനേജറുണ്ട്, ഡയലോഗ് മാനേജറുണ്ട്. ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നമുക്കൊരു ഗ്രാഫിക്കൽ പാക്കേജ് ആയിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ ഇത് കിട്ടുക അല്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് യൂസറിലേക്ക് കൊടുക്കുന്നു. സോ നമുക്കത് വ്യൂ ചെയ്തിട്ട് എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ടോപ്പിക്കാണ് ഡിവൈസ് ഡ്രൈവർ. ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു OSും അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും തമ്മിലുള്ള ഒരു ഗ്ലൂ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ. അതായത് ജനറലി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ കീബോർഡ്, മൗസ് അങ്ങനത്തെ ഇതൊക്കെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് ഓരോന്നും വർക്ക് ചെയ്യുള്ളൂ. സോ ഓരോ ഹാർഡ്വെയർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ഡിവൈസ് ഡ്രൈവർ എന്ന് വിളിക്കുന്നത്. അതൊരു പ്രോഗ്രാംസ് ആണ്. അത് നമ്മൾ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കേണ്ടി വരും, ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ മോണിറ്റർ, കീബോർഡ്, ഹാർഡ് ഡിസ്ക് അങ്ങനെയുള്ളതിനകത്തൊക്കെ അതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഡിവൈസ് ഡ്രൈവേഴ്സും കൂടെ നമ്മളതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേസമയം ഈ പ്രിൻ്റർ പോലത്തെയൊക്കെ നമുക്ക് എക്സ്ട്രാ നമ്മൾ വേണ്ടതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ അഡീഷണലി നമ്മൾ രണ്ടാമത് നമ്മൾ സിസ്റ്റത്തിലേക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഡിവൈസ് ഡ്രൈവേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മളത് വർക്ക് ചെയ്യിക്കുക. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് വിളിക്കുന്നത്. അത് മെയിനായിട്ട് 2 ടൈപ്പാണ് പറയുന്നത്. ബ്ലോക്ക് ഡ്രൈവേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ക്യാരക്ടർ ഡ്രൈവേഴ്സും ഉണ്ട്. ബ്ലോക്ക് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഹാർഡ് ഡിസ്കിൽ നിന്നൊക്കെ നമ്മൾ ഡാറ്റ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബൾക്ക് എമൗണ്ട് ആയിട്ടല്ലേ നമ്മൾ ഡാറ്റ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ബൾക്കായിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ ബ്ലോക്ക് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ OSുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സൈസുള്ള ബഫേഴ്സ് ഉണ്ടാവും. അതായത് നമ്മൾ യൂസർ കൊടുക്കുന്ന, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഡാറ്റ, നമുക്കൊരു സാധനം വേണം അല്ലെങ്കിൽ നമ്മളൊരു കോൾ ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റം കോൾ എന്ന് പറയുന്നത് നമ്മൾ ബഫറായിരിക്കും ഡീൽ ചെയ്യുന്നത്. നമ്മുടെ കേർണലിൻ്റെ ഉള്ളിൽ, കേർണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ OSൻ്റെ ഉള്ളിലുള്ള പാർട്ടാണ്. അപ്പോൾ ആ OSലെ കേർണലിൻ്റെ ഉള്ളിൽ അതുള്ള ബഫേഴ്സ് ആയിട്ടുണ്ട്. ആ ബഫറായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളുടെ സിസ്റ്റം കോളിനെ ഡീൽ ചെയ്തിട്ട് അത് ഡ്രൈവറിലേക്ക് കൊടുക്കുന്നതും അതിൻ്റെ വർക്കിംഗ് നടത്തുന്നതും ബഫേഴ്സ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു OSലേക്ക് നമ്മുടെ യൂസർ ഒരു ഡാറ്റ റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുന്ന ആരായിരിക്കും, ബഫർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ഇനി അതിന് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഡാറ്റ ആ ബഫറിൽ ഇല്ലെങ്കിൽ മാത്രമേ ആരും ഇടപെടുള്ളൂ, നമ്മുടെ ഡ്രൈവേഴ്സ് അതിലേക്ക് ഇൻവോൾവ് ആകുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റാൻഡം ആക്സസ് പോസിബിൾ ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് സീക്വൻഷ്യലായിട്ട് പോകണമെന്നില്ല, നമുക്ക് ഇടയ്ക്കെന്നൊക്കെ ആയിട്ട് റാൻഡംലി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പറ്റുന്നതാണ്. റാൻഡം ആക്സസ് ഇതിനകത്ത് പോസിബിൾ ആണ്. അതേസമയം ക്യാരക്ടർ ഡ്രൈവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് നമ്മൾ കീബോർഡിനകത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ടല്ല നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ക്യാരക്ടർ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏത് ടൈപ്പ് ഡിവൈസസ് ആണ് സപ്പോർട്ട് ചെയ്യാനും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡം ആക്സസ് പറ്റില്ല. അപ്പോൾ ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ 1 by 1 ആയിട്ടല്ലേ നമ്മൾ കൊടുക്കുക. അതുകൊണ്ട് ഇതിന് സീക്വൻഷ്യൽ ആക്സസ് ആണ് നമുക്ക് പോസിബിളായിട്ട് പറ്റുള്ളൂ, റാൻഡം ആക്സസ് പോസിബിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ബഫർ ഉണ്ടാവില്ല. അപ്പോൾ ഡയറക്റ്റ് മെമ്മറി സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയൊക്കെ. സോ ഡ്രൈവേഴ്സ് ഡയറക്റ്റാണ് ഇത് ഡീൽ ചെയ്യുന്നത്. ബഫർ എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് ഉണ്ടാവത്തില്ല. ഓക്കെ. ഇതാണ് ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ അനാട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഇപ്പോൾ ഒരു യൂസർ ഉണ്ട്. ഇപ്പോൾ യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇതെന്ന് പറയുന്ന ഹാർഡ്വെയർ, നമ്മൾ കീബോർഡ് വഴിയാണ് ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു ഹാർഡ്വെയർ യൂസ് ചെയ്തുകൊണ്ടല്ലേ. സോ നമ്മൾ അനാട്ടമിയിൽ യൂസർ എന്ത് ചെയ്യും, ഹാർഡ്വെയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു കോൾ ചെയ്യുകയാണ്, നമ്മളൊരു ഡാറ്റ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു ആവശ്യം നമ്മൾ പറയുകയാണ്. അപ്പോൾ അത് ആരും എടുക്കും, അത് പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്കത് സിസ്റ്റത്തിലോട്ട് എത്തണമെങ്കിൽ അത് കൺവേർഷൻ ചെയ്യണ്ടേ. സോ ആ ഡിവൈസ് ഡ്രൈവേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ OSനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ ക്യാരക്ടറൈസ്റ്റിക്സ് ആണ് ഡിവൈസ് ഡ്രൈവറിൻ്റെ. അപ്പോൾ അതിനകത്ത് കേർണൽ കോഡ് എന്ന് പറഞ്ഞാൽ ഈ ഡിവൈസ് ഡ്രൈവേഴ്സ് നമ്മളുടെ കേർണലിൻ്റെ ഒരു പാർട്ട് തന്നെയാണല്ലോ. അപ്പോൾ ബാക്കിയുള്ളതിനകത്തൊക്കെ കോഡുള്ളതുപോലെ തന്നെ ഈ കേർണൽ ഡിവൈസ് ഡ്രൈവേഴ്സിനും എന്തുണ്ടാവും, അതിനകത്ത് ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള കോഡുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേർണൽ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻ്റർഫേസ് ഡിവൈസ് ഡ്രൈവേഴ്സിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിൻ്റെ എക്സാമ്പിളാണ് SCS1 ഒക്കെ. ദെൻ കേർണൽ മെക്കാനിസം ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഈ സ്റ്റാൻഡേർഡ് കേർണൽ സർവീസ് എന്തൊക്കെയാണോ കൊടുക്കുക അതെല്ലാം ഡിവൈസ് ഡ്രൈവേഴ്സ് വഴിയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റണം. അതായത് മെമ്മറി അലോക്കേഷൻ, ഇൻഡയറക്റ്റ് ഡെലിവറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തും ചെയ്യാനായിട്ട് പറ്റണം. ലോഡബിൾ ആയിരിക്കണം, അതായത് നമുക്ക് നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് ഇപ്പോൾ നമുക്ക് ഏത് ഡിവൈസ് ഡ്രൈവറാണ് ഇപ്പോൾ ആവശ്യം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രിൻ്റർ ആവശ്യമാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇത് ലോഡ് ചെയ്യാൻ പറ്റണം. ഇനി അത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇത് അൺലോഡ് ചെയ്യാനും പറ്റണം. അപ്പോൾ നമ്മളുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ അൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ പറ്റണം. അടുത്തത് നമ്മളുടെ കേർണൽ കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് അത് കോൺഫിഗറബിൾ ആയിരിക്കണം. ദെൻ ഡൈനാമിക് ആയിരിക്കണം. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിവൈസ് ഡ്രൈവർ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൂട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. ഓരോന്ന് വർക്കിംഗ് ആണോ എന്നൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കണം. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഒരു 1 പാസ് മാക്രോ പ്രോസസ്സറിൻ്റെ അൽഗോരിതമാണ് കേട്ടോ. സോ സ്റ്റാർട്ടിങ് നമ്മൾ ബിഗിൻ ചെയ്യാണ്, മാക്രോ പ്രോസസ്സർ ബിഗിൻ ചെയ്യാണ്. എക്സ്പാൻഡിങ് ഈക്വൽ ടു ഫോൾസ് എന്ന് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇനീഷ്യലി നമ്മൾ എക്സ്പാൻഡിങ് ഫോൾസ് എന്ന് പറഞ്ഞാണ് സെറ്റ് ചെയ്യുക. അതായത് എക്സ്പാൻഡിങ് ഈസ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു മാക്രോയുടെ ഇൻവൊക്കേഷനാണ് അല്ലെങ്കിൽ ഒരു മാക്രോ ഡെഫിനിഷൻ വരികയാണെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനീഷ്യലി നമ്മളത് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യണം, ഫോൾസ് ആയിട്ട് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ എക്സ്പാൻഡ് ഈസ് ഈക്വൽ ടു ഫോൾസ് എന്ന് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഓപ്പ് കോഡ് ഈസ് ഈക്വൽ ടു നോട്ട് എൻഡ് ആയിട്ടല്ലോ നമ്മൾ ചെക്ക് ചെയ്തു. ദെൻ ബിഗിൻ ചെയ്യാണ്. അപ്പോൾ ബിഗിൻ ചെയ്യുമ്പോൾ നമുക്ക് 2 പ്രൊസീജിയേഴ്സാണ് നമുക്ക് എടുക്കാനുള്ളത്. അത് ഗെറ്റ് ലൈൻ എന്നുള്ളതും അതുപോലെ തന്നെ പ്രോസസ് ലൈൻ എന്നുള്ളതാണ് നമ്മളുടെ 2 പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സ്പാൻഡിങ് ഇസ് ഈക്വൽ ടു ഫോൾസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് റീഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതിലത്തെ ഡാറ്റ നമ്മൾ റീഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇൻപുട്ട് ഫയലിൽ നിന്നാണ്. എക്സ്പാൻഡിങ് ഇസ് ഈക്വൽ ടു ട്രൂ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഡെഫിനിഷൻ ടേബിളിൽ നിന്നായിരിക്കും റീഡ് ചെയ്യുക. അങ്ങനെയാണ് അതിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന ഐഡിയ. സോ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്തു, എക്സ്പാൻഡിങ് ഇസ് ഈക്വൽ ടു ഫോൾസ് എന്നാണ് നമ്മളത് സെറ്റ് ചെയ്തത്. അപ്പോൾ എക്സ്പാൻഡിങ് ഇസ് ഈക്വൽ ടു ഫോൾസ് ആണെങ്കിൽ എന്താണ്, ഇൻപുട്ട് ഫയലായിരിക്കും നമ്മൾ റീഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളതിൻ്റെ ഓപ്പ് കോഡ് ചെക്ക് ചെയ്തു, നോട്ട് എൻഡല്ലോ നോക്കി. ദെൻ നമ്മളത് ബിഗിൻ ചെയ്യുകയാണ്. ബിഗിൻ ചെയ്യുമ്പോൾ ഇൻവോക്ക് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നതാണ് ഗെറ്റ് ലൈൻ, അതുപോലെ തന്നെ പ്രോസസ് ലൈൻ. ദെൻ അത് എൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ ബിഗിൻ ചെയ്യുമ്പോഴുള്ള ഗെറ്റ് ലൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ അൽഗോരിതത്തിൻ്റെ റൈറ്റ് സൈഡ് നോക്കിക്കേ. സോ പ്രൊസീജിയർ ഗെറ്റ് ലൈൻ എന്നാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് നമുക്ക് പറയാം. ഈ ഗെറ്റ് ലൈൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗെറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിളാണ്. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇൻപുട്ട് ഫയലിൽ നിന്ന് അല്ലെങ്കിൽ മാക്രോ ഡെഫിനിഷൻ ടേബിളിൽ നിന്ന് നമുക്കൊരു ലൈൻ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു വേരിയബിളാണ് ഗെറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യൽ കേസിനകത്ത് നമ്മൾ ഫസ്റ്റിലെ നോക്കുമ്പോൾ പ്രൊസീജിയർ ഗെറ്റ് ലൈനാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് പറയുന്നത്, ബിഗിൻ ചെയ്യാണ്. ഇഫ് എക്സ്പാൻഡിങ്, ഈ എക്സ്പാൻഡിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബിഗിൻ ചെയ്യാണ്. നെക്സ്റ്റ് ലൈൻ ഓഫ് ദ മാക്രോ ഡെഫിനിഷൻ ഫ്രം ഡെഫ് ടാബ്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ ടേബിളിൽ പോവുക. ഡെഫിനിഷൻ ടേബിളിനകത്ത് മാക്രോ ഡെഫിനിഷൻ്റെ നെക്സ്റ്റ് ലൈൻ ഏതാണെന്നുള്ളത് എടുക്കുക. അപ്പോൾ ആ ലൈനിൻ്റെ കൂടെ എന്തുണ്ടാവും, നമുക്ക് ആർഗ്യുമെൻറ്റ്സ് വേണം. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് എവിടെ നിന്നാണ് കിട്ടുക, ആർഗ്യുമെൻറ്റ് ടേബിളിൽ നിന്ന്. സോ ARG ടേബിൾ, ആർഗ്യുമെൻറ്റ് ടേബിളിൽ പോയിട്ട് ആ ആർഗ്യുമെൻറ്റ് ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ആർഗ്യുമെൻറ്റ്സ് എടുക്കണം. അതായത് നമ്മൾ ആംപ്രസൻറ്റ് 1, ഇപ്പോൾ റീഡ് ആംപ്രസൻറ്റ് 1 ആംപ്രസൻറ്റ് 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആർഗ്യുമെൻറ്റ്സൂടെ കൂടിയിട്ടല്ലേ കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള ആർഗ്യുമെൻറ്റ്സിൻ്റെ പൊസിഷണൽ നൊട്ടേഷൻ ഏതാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. നമ്മൾ പ്രൊസീജിയർ ഗെറ്റ് ലൈൻ്റെ പ്രൊസീജിയറാണ് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ബിഗിൻ ചെയ്യുകയാണ്. അപ്പോൾ ബിഗിൻ ചെയ്യുമ്പം ഇഫ് എക്സ്പാൻഡിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെഫിനിഷൻ ടേബിളിൽ പോയിട്ട് മാക്രോ ഡെഫിനിഷൻ്റെ നെക്സ്റ്റ് ലൈൻ ഏതാണെന്നുള്ളത് എടുക്കുക. ദെൻ നമുക്ക് പൊസിഷണൽ നൊട്ടേഷന് വേണ്ടിയിട്ട് ആർഗ്യുമെൻറ്റ് ടേബിളിൽ നിന്ന് ആർഗ്യുമെൻറ്റ്സ് എടുത്ത് ആർഗ്യുമെൻറ്റ്സ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തെടുക്കണം. ആർഗ്യുമെൻറ്റ് ടേബിളിനകത്തേക്ക് നമുക്ക് ആർഗ്യുമെൻറ്റ്സ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഓക്കെ, ഇതാണ് ഗെറ്റ് ലൈനിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മളത് എൻഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ലൈൻ, ഇൻപുട്ട് ഫയലിൽ നിന്ന് നെക്സ്റ്റ് ലൈൻ റീഡ് ചെയ്യണം. ഇൻപുട്ട് ഫയലിൽ നിന്ന് നെക്സ്റ്റ് ലൈൻ റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫോൾസ് ആണല്ലോ കൊടുത്തിരിക്കുന്നത്. സോ ഇൻപുട്ട് ഫയലിൽ നിന്നാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ലൈൻ നമ്മൾ എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇത് ഗെറ്റ് ലൈൻ വന്നു കഴിയുമ്പോഴുള്ള കേസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് പ്രോസസ് ലൈൻ. ഇപ്പോൾ നമ്മൾ ആദ്യം ബിഗിൻ ചെയ്തപ്പോൾ ഗെറ്റ് ലൈൻ പറഞ്ഞു, ഗെറ്റ് ലൈൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞു. അടുത്തത് ഗെറ്റ് ലൈൻ കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഏതായിരുന്നു, പ്രോസസ് ലൈനാണ്. അപ്പോൾ ഈ പ്രോസസ് ലൈനിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞാൽ, പ്രോസസ് ലൈൻ മീൻസ് എന്താ പറഞ്ഞാൽ നമ്മളുടെ ഇൻപുട്ട് ലൈന്, അതായത്
പ്രോസസ് ലൈനിൽ നമുക്ക് ശരിക്കും സോഴ്സ് പ്രോഗ്രാമിൽ നിന്ന് 3 പോസിബിലിറ്റീസ് ആണുള്ളത്. സോ നമ്മൾ പ്രോസസ് ലൈൻ ബിഗിൻ ചെയ്യുമ്പം ആദ്യം നെയിം ടാബിൽ പോയിട്ട് ഓപ്പ് കോഡ് സെർച്ച് ചെയ്യാം. അപ്പോൾ നെയിം ടാബിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു നെയിമാണ് ഓപ്പ് കോഡായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു മാക്രോ ഇൻവൊക്കേഷൻ ആണെന്നാണ്. ഓക്കെ, അപ്പോൾ നെയിം ടാബിനകത്തുള്ള ഏതെങ്കിലും ഒരു നെയിമാണ് നമ്മൾ ഓപ്പ് കോഡായിട്ട് കൊടുത്തെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അതൊരു മാക്രോയുടെ ഇൻവൊക്കേഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഈ ഫൗണ്ട് അങ്ങനെ മാക്രോ ഇൻവൊക്കേഷൻ കിട്ടിയാൽ അല്ലെങ്കിൽ ഓപ്പ് കോഡ് ഈസ് ഈക്വൽ ടു നെയിം ടേബിളിലുള്ള ഏതെങ്കിലും ഒരു നെയിം ആണെങ്കിൽ അത് മാക്രോ ഇൻവൊക്കേഷനാണ്. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, അതാണ് ഫസ്റ്റ് കേസ്. ദെൻ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഈഫ് ഓപ്പ് കോഡ് ഈക്വൽ ടു മാക്രോ. ഇനിയിപ്പോൾ ഓപ്പ് കോഡ് ജസ്റ്റ് ഒരു നെയിം ഒന്നുമല്ല, മാക്രോ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അത് മാക്രോയുടെ ഡെഫിനിഷനാണ്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യേണ്ടി വരും? ഡിഫൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇത് രണ്ടുമല്ല, നമുക്ക് ഓപ്പ് കോഡ് എന്ന് പറയുന്നത് നെയിം ടേബിളിലുള്ള ഒരു നെയിമും അല്ല, ഓപ്പ് കോഡ് എന്ന് പറയുന്ന ഒരു മാക്രോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യുക? സോഴ്സ് ലൈനെ എന്ത് ചെയ്യുക? എക്സ്പാൻഡഡ് ഫയലിലേക്ക് റൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് പ്രോസസ് ലൈനിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. 3 കേസ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ഓപ്പ് കോഡ് എന്ന് പറയുന്നത് നെയിം ടേബിളിലുള്ള ഏതെങ്കിലും നെയിം ആണെങ്കിൽ അങ്ങനെ ഫൗണ്ട് ചെയ്താൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. അതാണ് മാക്രോ ഇൻവൊക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഓപ്പ് കോഡ് ഈസ് ഈക്വൽ ടു മാക്രോ എന്നാണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. ദെൻ ഓപ്പ് കോഡ് ഈസ് ഈക്വൽ ടു നമുക്കിത് രണ്ടുമല്ല, ഈ 2 കേസും അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സോഴ്സ് ലൈനെ എക്സ്പാൻഡഡ് ഫയലിലോട്ട് റൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ സെക്കൻഡ് കേസ് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞല്ലേ? ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് അടുത്തത് പറയുന്നത് കേട്ടോ. സോ നമ്മുടെ അൽഗോരിതത്തിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിഫൈൻ്റെ പ്രൊസീജിയർ നമ്മൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ മാക്രോയുടെ നെയിം നമ്മൾ എന്ത് ചെയ്തു? നെയിം ടാബിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. അതുപോലെ തന്നെ മാക്രോയുടെ പ്രോട്ടോടൈപ്പ് നമ്മൾ എന്ത് ചെയ്തു? ഡെഫിനിഷൻ ടേബിളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. ഇനി ഫസ്റ്റിലെ നമ്മൾ ലെവൽ ഈസ് ഈക്വൽ ടു 1 എന്ന് സെറ്റ് ചെയ്യാണ്. ഓക്കെ, ലെവൽ 1 എന്ന് സെറ്റ് ചെയ്തു. ദെൻ ലെവൽ ഗ്രേറ്റർ ദാൻ 0 അല്ലേ ചെക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് 1 ആണ്, 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാണ്. ഗെറ്റ് ലൈൻ എടുത്തു. അപ്പോൾ ഗെറ്റ് ലൈൻ എടുത്ത് കഴിയുമ്പോൾ ഇപ്പോഴും ഇവിടെ എക്സ്പാൻഡിങ് ഈസ് ഈക്വൽ ടു ഫോൾസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഗെറ്റ് ലൈൻ എടുക്കുമ്പോൾ അത് എവിടെ നിന്നായിരിക്കും റീഡ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ഫയലിൽ നിന്ന്. എക്സ്പാൻഡിങ് ഈസ് ഈക്വൽ ടു ഫോൾസ് ആയതുകൊണ്ട് ഗെറ്റ് ലൈനകത്ത് നമ്മൾ റീഡ് ചെയ്യുന്നത് ഇൻപുട്ട് ഫയലിൽ നിന്നാണ് അല്ലേ? സോ നമ്മൾ ഇൻപുട്ട് ഫയലിൽ നിന്ന് ഫസ്റ്റ് ലൈൻ എടുത്തു. അത് കമാൻഡ് ലൈൻ അല്ലല്ലോ നമ്മൾ ചെക്ക് ചെയ്തു. ദെൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ബിഗിൻ ചെയ്യുകയാണ്. എന്താ ബിഗിൻ ചെയ്യുന്നത്? ഡെഫിനേഷൻ ടേബിളിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പൊസിഷണൽ നൊട്ടേഷൻ കൊടുത്തു. അതായത് പാരാമീറ്റേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷണൽ നൊട്ടേഷൻസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുത്തു. നമ്മൾ പറഞ്ഞില്ലേ പൊസിഷൻ നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ആംപ്രസൻറ്റ് 1 ആംപ്രസൻറ്റ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഓപ്പ് കോഡ് മാക്രോ ആണോ ചെക്ക് ചെയ്തു. അതായത് ഒരു മാക്രോയുടെ ഉള്ളിൽ അടുത്ത മാക്രോ ഉണ്ടോയെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു മാക്രോയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെവൽ 1 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് ഒരു മാക്രോയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മാക്രോയുടെ ഉള്ളിൽ ഇനി അടുത്ത വേറെ മാക്രോ ഉണ്ടോയെന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പ് കോഡ് ഈസ് ഈക്വൽ ടു മാക്രോ ആണെങ്കിൽ, അതായത് രണ്ടാമത്തെ ഒരു മാക്രോ അതിൻ്റെ ഉള്ളിൽ വേറൊരു മാക്രോയും കൂടെ നമുക്ക് കണ്ടു കിട്ടിയാൽ നമ്മുടെ ലെവൽ എന്ത് ചെയ്യണം? ഇൻക്രിമെൻറ്റ് ചെയ്യണം. അതായത് ലെവൽ എന്ന് പറഞ്ഞാൽ ലെവൽ +1 എന്നാവണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ലെവൽ ഈസ് ഈക്വൽ ടു 1 എന്നല്ല സെറ്റ് ചെയ്തേ. അപ്പോൾ 1 + 1 ലെവൽ ഈസ് ഈക്വൽ ടു എന്തെന്നാവും? 2 എന്നാവും. ഓക്കെ, ഇനി അത് മാക്രോ ഉണ്ടെങ്കിലത്തെ കേസാണ്. ഇനി അല്ലെങ്കിൽ മാക്രോ ഒന്നെങ്കിൽ മാക്രോ ഉണ്ടാവാം, അല്ലെങ്കിൽ മാക്രോ ഉണ്ടാവില്ല. അപ്പോൾ മാക്രോ ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെറ്റ് ചെയ്തിട്ട് 1 ആയിട്ട് ഒരു 1 കൂടെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. ഇനി മാക്രോ ഇല്ല, ഓപ്പ് കോഡ് ഈസ് ഈക്വൽ ടു m എന്നാണെങ്കിൽ നമുക്ക് ലെവൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഡിക്രിമെൻറ്റ് ചെയ്യുക. അതായത് ലെവൽ -1 എന്നായി. ഓക്കെ, ദെൻ നമ്മളത് എൻഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അടുത്തത് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ നെയിം ടാബിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പോയിൻറ്റേഴ്സ്, നമ്മുടെ ഡെഫിനിഷൻ്റെ എൻഡും ബിഗിനിങ്ങിലുള്ള പോയിൻറ്റേഴ്സ് ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ നെയിം ടാബിലേക്ക് വന്നിട്ട് സ്റ്റോർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ലെവൽ എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്തിനാണ് സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേരിയബിൾ ആണ്. അത് എന്തിനാണ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്രോയുടെ ഉള്ളിൽ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് വേറൊരു മാക്രോയും കൂടെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു വേരിയബിളാണ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെവലിൻ്റെ വാല്യൂടെ ഇനീഷ്യലി നമ്മൾ എന്താ ചെയ്തത്? 1 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മാക്രോ ഡിഫൈൻ ചെയ്ത സമയത്ത് അതിൻ്റെ ഉള്ളിൽ അടുത്ത മാക്രോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ലെവലിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക ചെയ്യുന്നത്? എൻഡ് എന്ന് വന്നു കഴിയുമ്പോൾ ആ മാക്രോയുടെ എൻഡ് കഴിഞ്ഞു, ഡെഫിനേഷൻ കഴിഞ്ഞു എന്നല്ല അതിൻ്റെ മീനിങ്. എൻഡായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫൈൻ പ്രോസസ്സ് കഴിഞ്ഞു. അപ്പോൾ ഡിഫൈൻ പ്രോസസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഡിക്രിമെൻ്റ് ആവുക ചെയ്യുന്നത്. ലെവൽ -1 എന്ന് ഡിക്രിമെൻറ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്തോളും? എക്സിറ്റ് ആയിക്കോളും. ആ ഒരു പ്രോസസ്സിൽ നിന്ന് അത് എക്സിറ്റായി വരും. ഓക്കെ, ഇത് നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഓപ്പ് കോഡ് ഈസ് ഈക്വൽ ടു മാക്രോ ആണെങ്കിലാണ് നമുക്ക് ഡിഫൈൻ എന്നുള്ള പ്രോസസ്സ് വന്നത്.
ഇനി അതല്ലാതെ ഒരു ഓപ്ഷൻ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ഈ നെയിം ടാബ് ഫോർ ഓപ്പ് കോഡ്, അതായത് നമ്മൾ ഓപ്പ് കോഡിന് വേണ്ടിയിട്ട് നെയിം ടാബ് സെർച്ച് ചെയ്യുമ്പോൾ നെയിം ടാബിനകത്തുള്ള ഒരു നെയിമാണ് ഓപ്പ് കോഡായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അത് മാക്രോയുടെ ഇൻവൊക്കേഷനാണെന്ന് പറഞ്ഞു. ഇൻവൊക്കേഷൻ ആണെങ്കിൽ അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടത്, എക്സ്പാൻഡ് ചെയ്യണം. സോ എക്സ്പാൻഡിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ബിഗിൻ ചെയ്യുമ്പം എക്സ്പാൻഡിങ് ഈസ് ഈക്വൽ ടു ട്രൂ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ എക്സ്പാൻഡിങ് ഈസ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ എവിടെ നിന്നാണ് റീഡ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡെഫിനിഷൻ ടേബിളിൽ നിന്നാണ് റീഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ എക്സ്പാൻഡിങ് ഈസ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡെഫ് ടേബിളിൽ നിന്ന് മാക്രോയുടെ ഡെഫിനിഷൻ പ്രോട്ടോടൈപ്പ് ഫസ്റ്റ് ലൈൻ റീഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാക്രോയുടെ ഇൻവൊക്കേഷൻ ARG ടാബിൾ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് ടേബിളിൽ നിന്ന് മാക്രോ ഇൻവൊക്കേഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ സെറ്റപ്പ് ചെയ്യുക. എന്നിട്ട് എക്സ്പാൻഡഡ് ഫയലിനകത്തുള്ള മാക്രോ ഇൻവൊക്കേഷൻ നമ്മളൊരു കമൻ്റായിട്ട് റൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ബിഗിൻ ചെയ്യാണ്. ഗെറ്റ് ലൈൻ എടുത്തു. ഗെറ്റ് ലൈൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് വരിക, ഡെഫിനേഷൻ ടേബിളിൽ നിന്ന് അല്ലേ. ഡെഫിനേഷൻ ടേബിളിൽ നിന്ന് നമ്മൾ ഫസ്റ്റത്തെ ലൈൻ എടുത്തു. ദെൻ അതിന് പ്രോസസ് ലൈൻ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നെയിം ടാബിൽ നിന്നുള്ളതാണ് ഓപ്പ് കോഡെന്ന് സെർച്ച് ചെയ്യുക, മാക്രോ ആണെന്ന് സെർച്ച് ചെയ്യുക, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത പ്രോസസ്സ് കോൾ ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ദെൻ പ്രോസസ് ലൈൻ കഴിഞ്ഞാൽ എൻഡ് ചെയ്തു. അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഡെഫിനേഷൻ ടേബിളിൽ നിന്ന് നമ്മൾ ഓരോ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നതായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് അത് പിന്നെ നമ്മൾ പ്രോസസ് ലൈനുമായിട്ട് ചെക്ക് ചെയ്തു, അത് ഇങ്ങനെ ഡിഫൈൻ ആണോ എക്സ്പാൻഡ് ആണോ എന്ന് പോയി ഇങ്ങനെ ഫുൾ ഓരോന്നായിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവസാനം നമ്മൾ എന്ത് ചെയ്യും, എക്സ്പാൻഡിങ് ഈസ് ഈക്വൽ ടു ഫോൾസ് എന്ന് സെറ്റ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്.